ഗുഡ് മോർണിംഗ്. ഇന്ന് തസ്നിയുടെ വീട്ടിലായിരുന്നു കേട്ടോ രാവിലെ. ഇന്ന് ഞാൻ ഫുള്ളി ഫ്രീയാണ്. രാവിലെ എഴുന്നേറ്റ് 2 ഡേയ്സ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ലോകത്ത് ഞാനിങ്ങനെ നടക്കുക. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് രാവിലെ സാധാരണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ പോവും, ജോലി ചെയ്യും, അങ്ങനത്തെ ഒരു തിരക്ക് മൂഡിലായിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് കുറേ നേരം മടി പിടിച്ച് കിടന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഊഞ്ഞാലിലിരുന്ന് ആടി കുറച്ച് നേരം അങ്ങനെ റിലാക്സ് ചെയ്ത് ചെടികളുടെ ഇടയിലൂടെയൊക്കെ നടന്ന്, ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ചെടികളുടെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് നല്ലൊരു ഫീലാണല്ലേ. ഊഞ്ഞാലിൻ്റെ ചുറ്റും ഗ്രീനറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടർട്ടിൽ വൈനൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടുമ്പോഴാണ് നമ്മളൊരു കുളം കണ്ണിൽപ്പെട്ടത്. അതിനകത്ത് നല്ലൊരു ആമ്പലുണ്ട്, നൈറ്റ് ബ്ലൂമറാട്ടോ. അത് രാത്രി മാത്രമേ വരികയുള്ളൂ നൈറ്റ് ബ്ലൂമർ എന്ന് പറയുമ്പോൾ. പിന്നെ എനിക്കെൻ്റെ നാട്ടിൻപുറത്ത് പോയൊരു ഫീലാണ്, എൻ്റെ എൻ്റെ നാട്ടിലൊക്കെ പോയൊരു ഫീലാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ ഒക്കെ ഉള്ള ആ ഒരു സന്തോഷം ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഇലച്ചെടികളുടെയൊക്കെ വെറൈറ്റി ഉണ്ട്. എൻ്റെ മനസ്സിൽ പേരൊന്നും നിൽക്കില്ല കേട്ടോ ചെടികളുടെയൊക്കെ. അപ്പോൾ കുറച്ചധികം ആൾക്ക് സെയിലും ഉണ്ട് ഈ ചെടികളൊക്കെ. ഞങ്ങൾ GBF എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാട്ടോ, വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഗപ്പി ബ്രീഡിങ് ഫീമെയിൽസ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് കൂട്ടായതാണ് ഞങ്ങൾ. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും തമ്മിലുള്ളൊരു സ്നേഹവും ഇഷ്ടവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ ലെവലാണ്. ഞാനിപ്പം എറണാകുളത്ത് നിന്ന് മലപ്പുറത്ത് കല്യാണം കൂടാൻ വേണ്ടി വന്നേക്കാണ്. ഹസീനത്തയുടെ മോൻ്റെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ തസ്നിയുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യണത്. അപ്പോൾ തസ്നിയുടെ ചുറ്റുമുള്ള ഗാർഡനും അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുക കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റി പറയാം കേട്ടോ. ഗപ്പി ബ്രീഡിങ് ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താമര, ആമ്പൽ, അതുപോലെ ഗപ്പി, ഈ ഫിഷിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സൊക്കെ എടുത്തിട്ട് അതിലൂടെ ചെറിയൊരു വരുമാനം എങ്ങനെ നമുക്ക് ഒരു ചെറിയ വീട്ടിലിരുന്നുകൊണ്ടും, ഒത്തിരി പേർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ പേര് സജീവ് സാറാണ് ഞങ്ങളെ നയിക്കുന്നത്, ക്ലാസ് എല്ലാം എടുത്തൊക്കെ തന്നത്. അപ്പോൾ അതിൽ താമരയുടെ വെറൈറ്റികളെ പറ്റിയിട്ട് പറഞ്ഞു തരും, ആമ്പലിൻ്റെ വെറൈറ്റീനെ പറ്റി പറഞ്ഞു തരും. അതുപോലെ കുറേ പുതിയ പുതിയ ചെടികളെ പറ്റിയിട്ട് എല്ലാം, അങ്ങനെ പല ഇതിൽ സ്പെഷ്യലായിട്ടുള്ളവർ ആ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ഉണ്ട്. ഇതൊരു മുല്ലപ്പൂവാട്ടോ. ഇത് ജാസ്മിൻ വെറൈറ്റിയിലുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും പിച്ചിപ്പൂവിൻ്റെയൊക്കെ ഒരു മണമുള്ള നല്ലൊരു പൂവാണേ. അപ്പോൾ നമ്മുടെ ഗപ്പി GBF ഗ്രൂപ്പിലോട്ട് വരാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട്, അതുപോലെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാറ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോത്സാഹനമൊക്കെ തരും. ഇത് കണ്ടോ, ഇത് തസ്നിയുടെ താമര കളക്ഷൻസാണ്. അപ്പോൾ ഈ താമരകളൊക്കെ ഒരു 4 months 6 months ഒക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് അത് ട്യൂബർ ഫോമിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ആ ട്യൂബറൊക്കെ എടുത്തിട്ട് സെയിൽ ചെയ്യാൻ ഉണ്ടാവും. ഇത് തസ്നി ഇപ്പം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ട്യൂബേഴ്സാണ്. ഇതിപ്പം നമ്മൾ ഓൺലൈൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അല്ലെങ്കിൽ കുറേ കോമൺ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ആ കോമൺ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം സെയിൽ ചെയ്യാം. അപ്പം നമുക്കതൊരു ചെറിയ വരുമാനമല്ലേ. ഒരു വരുമാനം ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ഈ കിട്ടുന്നത് വളരെ ഒരു സന്തോഷമാണ്. വേണമെങ്കിൽ ആ കിട്ടുന്ന പൈസ വെച്ചിട്ട് നമുക്ക് അടുത്ത ചെടികൾ വാങ്ങിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. എപ്പോഴും നമുക്കൊരു ചെറിയ ഇൻകം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു മുതൽക്കൂട്ടാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്തുക. താങ്ക് യു.